എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. എന്തിനും ഏതിനും ഒരു നിലപാടുള്ള ഒരു സുഹൃത്ത്. മറ്റു മതസ്ഥരെക്കുറിച്ചും അവർക്കിടയിലെ വിശ്വാസങ്ങളെക്കുറിച്ചുമൊക്കെ ശക്തമായൊരു കാഴ്ചപ്പാട് അവനെന്നും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു മനുഷ്യരുടെ രാഷ്ട്രീയ ചായ്വുകളെക്കുറിച്ചും അവർ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളുടെ പോരായ്മകളെക്കുറിച്ചുമൊക്കെ നിഷ്പക്ഷമായൊരു അഭിപ്രായം അവനെന്നും ഉണ്ടായിരുന്നു. പക്ഷേ സ്വന്തം വിശ്വാസങ്ങളുടെയോ താൻ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ തെറ്റുകളോ കുറവുകളോ ആ സുഹൃത്തിന് ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ല. അതിനെ മറ്റൊരാൾ ചോദ്യം ചെയ്താൽ ശരിതെറ്റുകളെക്കുറിച്ചുള്ള ബോധ്യത്തിനപ്പുറം എന്തു ചെയ്തും അതിനെ ന്യായീകരിച്ച് സ്വന്തം ജീവനോളം വില നൽകി അവൻ അതിനു വേണ്ടി പോരാടുമായിരുന്നു. മനുഷ്യരങ്ങനെയാണ്. നമുക്ക് വേണ്ടതിനും വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയിട്ട് എന്തും ചെയ്യും. തെറ്റാണെന്നറിഞ്ഞാലും അതിനെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ സ്വന്തമെന്ന് നമ്മൾ കരുതുന്ന വിശ്വാസങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ തെറ്റുകുറ്റങ്ങളെ വിലയിരുത്തി ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തിടത്തോളം കാലം എങ്ങനെ നമുക്ക് മറ്റൊരാൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ കഴിയും? അതുകൊണ്ട് അവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ അർഹതയുണ്ടോ നമുക്ക്? വിശാല മനസ്കരെന്നും പണ്ഡിതരെന്നും പരിജ്ഞാനികളെന്നുമൊക്കെ നമ്മൾ കരുതുന്ന എത്ര പേര് തങ്ങൾക്ക് പറ്റിയ തെറ്റുകളെ മാന്യമായി അംഗീകരിച്ച് മാപ്പ് ചോദിച്ചിട്ടുണ്ട്? അവരിൽ എത്ര പേര് സ്വന്തം മതവും രാഷ്ട്രീയ പാർട്ടിയുമൊക്കെ തെറ്റുകൾ ചെയ്യുമ്പോൾ അവയെ വിമർശിക്കാൻ തുനിയുകയും ശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്? ബുദ്ധിമുട്ടാണ് സ്വന്തമെന്ന് വിശ്വസിച്ചവർക്കെതിരെയും വിശ്വാസങ്ങൾക്കെതിരെയും ഒക്കെ ശബ്ദമുയർത്താൻ. പാലൂട്ടി വളർത്തിയ കൈയിന് നേരെ തിരിയാൻ അല്ലെങ്കിലും മനുഷ്യന് പണ്ടേ കഴിയില്ലല്ലോ. ജനിച്ചു വീണതുകൊണ്ട് മാത്രം നമ്മുടെ വിശ്വാസങ്ങളോ രാഷ്ട്രീയ ചായ്വുകളോ ശരിയാകണമെന്നോ എല്ലാം കൊണ്ടും തികഞ്ഞതാവണമെന്നോ ഇല്ല. അച്ഛനും അമ്മയും സുഹൃത്തുക്കളുമൊക്കെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ അവയൊക്കെ ചേർത്ത് പിടിച്ച് ജീവിതാവസാനം വരെ ന്യായീകരിക്കണമെന്നോ ഇല്ല. മാറി ചിന്തിക്കാൻ ചുറ്റിലുമുള്ളവർ അനുവദിക്കുന്നില്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങി നിൽക്കണം. എന്നിട്ട് ലോകത്തെ നിഷ്പക്ഷമായി ഒന്ന് നോക്കിക്കാണണം. മറ്റൊരാളിലെ ശരിതെറ്റുകളെ വിലയിരുത്തുന്നതിന് മുമ്പ് അത് നിശ്ചയിക്കാൻ നമുക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നൊന്ന് ചിന്തിക്കണം. എന്നിലെയോ എൻ്റെ വിശ്വാസങ്ങളുടെയോ കുറവുകളെ എനിക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയാത്തിടത്തോളം കാലം അത് മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാനോ സ്വയം ചോദ്യം ചെയ്യാനോ കഴിയാത്തിടത്തോളം കാലം മറ്റൊന്നിനു നേരെ വിരൽ ചൂണ്ടാൻ നമ്മൾ തുനിയരുത്. ജീവിതത്തിൽ നിലപാടുകൾ സ്വീകരിച്ചു തുടങ്ങുമ്പോൾ വിമർശനാതീതമായിട്ട് ഒന്നുമില്ല എന്ന് തിരിച്ചറിയണം. പണ്ട് അലക്സാണ്ടർ പോപ്പ് പറഞ്ഞതുപോലെ തെറ്റുപറ്റുക തികച്ചും മാനുഷികമാണ്, അത് തിരുത്തുന്നതാകട്ടെ ദൈവികവും. സ്വയം തെറ്റുകൾ തിരിച്ചറിയാനും അത് തിരുത്താനും ഓരോ മനുഷ്യരും മതങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ ശ്രമിച്ചാൽ എത്രയോ മനോഹരമായിരിക്കും നമ്മുടെ സമൂഹം. പിഴവുകൾ തിരുത്താനും സ്വയം വിലയിരുത്താനും ശരിതെറ്റുകളിൽ ഊന്നി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനും നമുക്ക് കഴിയട്ടെ.